യഹസ്കേൽ അധ്യായം 33. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്രാ, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ചു പറയേണ്ടത്: ഞാനൊരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനായി വെച്ചാൽ, ദേശത്തിന് നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതിരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ തലമേ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവൻ്റെ രക്തം അവൻ്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തന്നെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ ഇവൻ തൻ്റെ അകൃത്യം നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി. എങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതുപോലെ മനുഷ്യപുത്രാ, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ടാ, നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യം നിമിത്തം മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ട് തിരിയാഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യം നിമിത്തം മരിക്കും. നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്: ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലിരിക്കുന്നു, അവയാൽ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. ഞങ്ങൾ എന്നിങ്ങനെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾ പറയുന്നു. എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിൽ അല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്ര എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങൾ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിവിൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നുവെന്ന് അവരോട് പറയുക. മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പറയേണ്ടത്: നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്ന നാളിൽ തൻ്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല. നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവന് തൻ്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുകയുമില്ല. നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തൻ്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ്റെ നീതി പ്രവൃത്തികളൊന്നും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതിയുടെ നിമിത്തം അവൻ മരിക്കും. എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ അവൻ തൻ്റെ പാപം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ച് മടക്കി കൊടുക്കുകയും നീതിയോടൊന്നും ചെയ്യാതെ ജീവൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും. അവൻ ചെയ്ത പാപം ഒന്നും അവന് കണക്കിടുകയില്ല. അവൻ നീതിയും ന്യായം പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ ജീവിക്കും. എന്നാൽ നിന്റെ സ്വജാതിക്കാർ കർത്താവിൻ്റെ വഴി ചുവള്ളതല്ല എന്ന് പറയുന്നു. അവരുടെ വഴി എത്ര ചുവല്ലാതെ ഇരിക്കുന്നത്. നീതിമാൻ തൻ്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതിയോട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ തന്നെ മരിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതി ന്യായം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും. എന്നിട്ടും കർത്താവിൻ്റെ വഴി ചുവള്ളതല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും അവനവൻ്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും. ഞങ്ങളുടെ പ്രവാസിൻ്റെ 10-ാം മാസം 5-ാം തീയതി യെരൂശലേമിൽ നിന്ന് ചാടിപ്പോയ ഒരുത്തൻ എൻ്റെ അടുക്കൽ വന്നു. നഗരം പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. ചാടിപ്പോവാൻ വരുന്നതിൻ്റെ തലേന്നാൾ വൈകുന്നേരം യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. രാവിലെ അവൻ എൻ്റെ അടുക്കൽ വരുമ്പോഴേക്ക് യഹോവ എൻ്റെ വായ തുറന്നിരുന്നു. അങ്ങനെ എൻ്റെ വായ തുറന്നതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതിരുന്നില്ല. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്രാ, ഇസ്രായേൽ ദേശത്തെ ശൂന്യ സ്ഥലങ്ങളിൽ പാർക്കുന്നവർ, അബ്രഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു, ഞങ്ങളോ പലരാവുന്നു. ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്: യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ മാംസം രക്തത്തോടുകൂടെ തിന്നുകയും നിങ്ങൾ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയും രക്തം ചൊരിയുകയും ചെയ്യുന്നു. നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? നിങ്ങൾ നിങ്ങളുടെ വാളിൽ ആശ്രയിക്കുകയും മ്ലേച്ഛത പ്രവർത്തിക്കുകയും ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ വഷളാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? നീ അവരോട് പറയേണ്ടത്: യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു എന്നാണ്. ശൂന്യ സ്ഥലങ്ങളിൽ പാർക്കുന്നവർ വാൾ കൊണ്ട് വീഴും. വെളിമ്പ്രദേശത്തുള്ളവരെ ഞാൻ മൃഗങ്ങൾക്ക് ഇരയായി കൊടുക്കും. ദുർഗങ്ങളിലും ഗുഹകളിലും ഉള്ളവരെ മഹാമാരി കൊണ്ട് മരിക്കും. ഞാൻ ദേശത്തെ പാഴി ശൂന്യമാക്കും. അതിൻ്റെ ബലത്തിൻ്റെ പ്രതാപം നിന്ന് പോകും. ഇസ്രായേൽ പർവ്വതങ്ങൾ ആരും വഴി പോകാതെ വണ്ണം ശൂന്യമായി തീരും. അവർ ചെയ്ത സകല മ്ലേച്ഛതകളും നിമിത്തം ഞാൻ ദേശത്തെ പാഴി ശൂന്യമാക്കുമ്പോൾ ഞാൻ യഹോവ എന്നവർ അറിയും. മനുഷ്യപുത്രാ, നിന്റെ സ്വജാതിക്കാർ മതിലുകൾക്ക് അരികത്തും വീട്ടുവാതിക്കലും വെച്ച് നിന്നെക്കുറിച്ച് സംഭാഷിച്ച യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്ന് കേൾപ്പിൻ. ഇന്ന് തമ്മിലും ഓരോരുത്തരും തന്റെ സഹോദരനോട് പറയുന്നു. സംഘം കൂടി വരുന്ന പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായ്കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവും ഉള്ള ഒരുത്തൻ്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു. അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, ചെയ്യുന്നില്ല താനും. എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു, അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അറിയും.